ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 31-ാം ഭാഗം. ഗ്രഹങ്ങൾ കൂട്ടിമുട്ടാത്തത് എന്തുകൊണ്ട്? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗരയൂഥത്തിലെ 2 ഗ്രഹങ്ങളായ ഭൂമിയും ശുക്രനും തമ്മിൽ കൂട്ടിയിടിച്ച് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. സൂര്യനും ചന്ദ്രനും കൂട്ടിമുട്ടി എന്നും നാം കേട്ടിട്ടില്ല. വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഒന്നേ ഉള്ളൂ. അവയെല്ലാം അള്ളാഹു നിശ്ചയിച്ച പാതയിലൂടെ, ട്രാക്കിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂറത്ത് യാസീൻ 40-ാമത്തെ ആയത്ത്. നമ്മളിതൊരിക്കൽ വിശദമായി പറഞ്ഞതാണ്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അവയെല്ലാം നിശ്ചിതമായ ട്രാക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി സൂറത്തുൽ അംബിയാ 33-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അവനാണ് രാവും പകലും സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും പടച്ചത്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അവയെല്ലാം ഒരു നിശ്ചിത ട്രാക്കിലൂടെ, സഞ്ചാരപഥത്തിലൂടെ, ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചമുണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് എന്ന് നമുക്കറിയാം. മറ്റൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം അവസാനിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ 104-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ നത്വിസ് സമാ കതയ്യിസ് സിജിൽ. ഈ പുസ്തകത്തിൻ്റെ താളുകൾ ചുരുട്ടുന്നത് പോലെ, യൗമ നത്വിസ് സമാ കതയ്യിസ് സിജില്ലിൽ കുതുബ്. പുസ്തകത്തിൻ്റെ പേജുകൾ, താളുകൾ ചുരുട്ടിക്കൂട്ടുന്നത് പോലെ നാം ആകാശത്തെ ചുരുട്ടും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. നാം ആദ്യം സൃഷ്ടി ആരംഭിച്ചതുപോലെ തന്നെ അത് ആവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ ഇതിനെ പടച്ചത്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ കൊണ്ടുപോവുകയും ചെയ്യും, ആവർത്തിക്കുകയും ചെയ്യും എന്നർത്ഥം. അപ്പോൾ തുടക്കം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ ഈ പ്രപഞ്ചം ഒരു വലിയ വിസ്ഫോടനത്തിലൂടെ ഇത് അവസാനിക്കുകയും ചെയ്യും. ഇതിനിടയിലുള്ള ഈ സമയം കൃത്യമായി, താളം തെറ്റാതെ, വഴിതെറ്റാതെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും, ഓരോ ഗ്രഹങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നിശ്ചിത നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സംവിധാനങ്ങളും. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഓരോന്നും അതിന് നിശ്ചയിച്ച പാതയിലൂടെ അണു അളവ് തെറ്റാതെ, വ്യതിചലിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭാരമുള്ള വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്ന പ്രക്രിയയെക്കുറിച്ച്, പ്രതിഭാസത്തെക്കുറിച്ച് നമുക്കറിയാം. ഗ്രാവിറ്റി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഗുരുത്വാകർഷണം എന്ന് മലയാളത്തിൽ പറയും. ഇത് പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന ബലങ്ങളിലൊന്നാണ് ഈ ഗ്രാവിറ്റി. പിണ്ഡമുള്ള വസ്തുക്കൾക്ക് ഭാരം നൽകുന്നത് ഈ ഗുരുത്വാകർഷണ ബലമാണ്. ഒരു സാധനത്തിന് 5 കിലോ വെയിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന് 5 കിലോ വെയിറ്റ് ഉണ്ട്. എങ്ങനെയാണ് ഈ സാധനത്തിന് വെയിറ്റ് ഉണ്ടാകുന്നത്? വെയിറ്റ് ഉണ്ടാകുന്നത് ഭൂമി ആ സാധനത്തെ താഴേക്ക് പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണ് ഭാരമുണ്ടാകുന്നത്. ഭൂമി ആ വസ്തുവിനെ താഴേക്ക് പിടിച്ചു വലിക്കുകയാണ്, അപ്പോഴാണ് ഭാരമുണ്ടാകുന്നത്. ഈ ഭൂമിയുടെ പിടുത്തത്തിൽ നിന്ന് ഇത് വിട്ടാൽ
ഭാരമില്ലാതാകും. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്ര നടത്തുന്ന ആളുകളൊക്കെ ഇങ്ങനെ പഞ്ഞി പോലെ വായുവിൽ ഇങ്ങനെ പാറിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം നമുക്ക് കാണുന്നത്. കാരണം ഭൂമി ഈ പിടിച്ചു വലിക്കുന്ന അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് അവർ പോയാൽ പിന്നീട് അവർക്ക് ഭാരമില്ല, വെയിറ്റ് ഇല്ലാതാവും. ഇന്നല്ലാഹ യുംസിക്കുസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ പിടിച്ചു വച്ചിരിക്കുന്നു. അൻതസൂല, അത് തെന്നിപ്പോകാതിരിക്കാൻ, തെറിച്ചു പോകാതിരിക്കാൻ, തെറ്റിപ്പോകാതിരിക്കാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും ആകാശത്തെയും ആകാശത്തിലെ ഗ്രഹങ്ങളെയും ഒക്കെ പിടിച്ചു വച്ചിരിക്കുന്നു. ആ പിടിച്ചു വച്ചിരിക്കുന്ന ബലത്തിനാണ് ഗുരുത്വബലം എന്ന് പറയുന്നത്. വലഇൻ സാലത ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, അല്ലാഹു അല്ലാതെ, അത് അല്ലാഹു ആ ഒരു ബലം അങ്ങ് അവസാനിപ്പിച്ചാൽ, അല്ലെങ്കിൽ അല്ലാഹു അതിൻ്റെ പിടുത്തം വിട്ടാൽ, പിന്നെ അതിനുശേഷം ആരാണ് അവയെ പിടിച്ചു വെക്കുക? അതങ്ങ് നീങ്ങിപ്പോയാൽ പിന്നീട് അവയെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിർ 41-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഭൂമിയുടെ കറക്കത്തിൽ, ഭൂമി വളരെ വേഗത്തിൽ സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്വയം കറങ്ങുന്നതും സൂര്യനെ ചുറ്റുന്നതുമൊക്കെ ഈ ഗുരുത്വബലം കാരണമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നത്, സൂര്യൻ ഭൂമിയുടെ മേലൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലം പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഭൂമി സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭൂമി തെറിച്ചു പോകാതിരിക്കാൻ അള്ളാഹു ഭൂമിക്കിടയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആണിയടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയുടെ ആണികൾ എന്ന തലക്കെട്ടിൽ നമ്മൾ നടത്തിയിട്ടുള്ള ആ പ്രഭാഷണത്തിൽ അത് കാണാം നമുക്ക്. വൽഖാഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, സൂറത്തുൻ നഹൽ 15-ാമത്തെ ആയത്ത്. അള്ളാഹു ഭൂമിയിൽ അടിയുറച്ചു നിൽക്കുന്ന, ഊന്നിയുറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമി നിങ്ങളെയും കൊണ്ട് ആടി ഉലയാതിരിക്കാൻ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ പടച്ചിട്ടുള്ളത് ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളാൽ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെയൊക്കെ അള്ളാഹു പരസ്പരം തൂണുകൾ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൂറത്തുൽ ലുഖ്മാൻ 10-ാമത്തെ ആയത്ത്, വൽഖാഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, അള്ളാഹു ഭൂമിയിൽ പർവ്വതങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, പർവ്വതങ്ങളെ ആണി പോലെ അടിച്ചിരിക്കുന്നു, അൻ തമീദ ബിക്കും, അവ നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ. അപ്പൊ ഇവിടെ ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞതും, പിന്നീട് നേരത്തെ പറഞ്ഞ സൂറത്ത് ഫാത്തിറിൽ ഇന്നല്ലാഹ യുംസിക്കുസ് സമാവാതി വൽ അർള അൻ തസൂല, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും പിടിച്ചു വച്ചിരിക്കുന്നു, അവ തെന്നിപ്പോകാതിരിക്കാൻ എന്ന് പറഞ്ഞതും ഈ ഗുരുത്വബലത്തെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടനയും അതിൻ്റെ ഗതിയും അതിൻ്റെ സഞ്ചാരവും എല്ലാം നിയന്ത്രിക്കുന്ന അടിസ്ഥാന ബലമാണ് ഗുരുത്വബലം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ലുഖ്മാനിലും ഫാത്തിറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വച്ചിരിക്കുന്ന ഈ ഗ്രഹങ്ങളുടെ ബലം അതങ്ങ് വിട്ടാൽ ഈ പ്രപഞ്ചം കൂട്ടിയിടിച്ച് തമ്മിലിടിച്ച് തവിട് പൊടിയാകും. അത് തവിട് പൊടിയാകാതെ കൂട്ടിമുട്ടാതെ കാത്തു സൂക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഗുരുത്വബലമാണ് എന്ന് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ അത്ഭുതങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.